പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പ്രധാനമായും ഇന്ന് പത്രങ്ങളിൽ പല വാർത്തകളായിരിക്കാം വരാൻ സാധ്യതയുള്ളത്. ദേശീയ വാർത്തകളൊക്കെ ഒന്നൊടുങ്ങിത്തുടങ്ങിയ സമയമാണ്. മനോരമയുടെ ലീഡ് ജീവിക്കാൻ വയ്യേ എന്ന തലക്കെട്ടോടുകൂടിയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പത്രം ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നത്. കേക്കിലും മിഠായിയിലും ലഹരി എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക രക്ഷിതാക്കൾ. കരിപ്പൂരിൽ പിടിച്ചെടുത്ത കേക്ക്, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് എന്നിവയിൽ ലഹരി പദാർത്ഥമായ ആംഫിറ്റമിൻ ഉണ്ടെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. മികച്ച കമ്പനികളുടെ പാക്കിങ്ങിലാണ് ഇവ കടത്തിയിരിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയുമാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രാൻഡഡ് ആയിട്ടുള്ള ചോക്ലേറ്റിലും അതേപോലെ ബിസ്ക്കറ്റിലും കേക്കും ഒക്കെ പൊതിഞ്ഞ് ഈ ലഹരി വരുന്നു എന്നുള്ളതാണ്. ലഹരി കലർത്തിയ 15 കിലോഗ്രാം ചോക്ലേറ്റ്, ക്രീം ബിസ്ക്കറ്റ്, കേക്ക്, 34 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങി 40 കോടിയോളം രൂപയുടെ ലഹരി വസ്തുക്കളുമായി 3 യാത്രക്കാരാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ പിടിയിലായിരിക്കുന്നത്. പ്രത്യേകം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും കരുതുക. ലഹരി കേക്കിൻ്റെ രൂപത്തിൽ, ചോക്ലേറ്റിൻ്റെ രൂപത്തിൽ, ഐസ്ക്രീമിൻ്റെ രൂപത്തിലൊക്കെ വരാം. ആംഫിറ്റമിനൊക്കെ ചേർത്തിരിക്കുന്ന സാധനങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലേ? എന്താണ് മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വിദ്വേഷത്തിന് മാപ്പില്ല എന്നതാണ്. അത് വളരെ ഭംഗിയായി അവർ ടെസ്റ്റൊക്കെ പ്ലേസ് ചെയ്ത് ആ വാർത്ത വളരെ ഇമ്പോർട്ടൻസോടെ അവർ കൈകാര്യം ചെയ്തു. സോഫിയ ഖുറേഷിയുടെ വാർത്തയായിരിക്കും. വിജേഷ സോഫിയ ഖുറേഷിക്കെതിരെ പറഞ്ഞ വിദ്വേഷ പരാമർശം. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം നൽകിയ തിരിച്ചടി ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശ് മന്ത്രി നടത്തിയ വിവാദ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം നടക്കുന്നുണ്ട്. രാജ്യത്തിന്റെ മുഖമായ ധീര വനിതയ്ക്കെതിരായ പ്രസ്താവനയിൽ ദേശീയ വനിതാ കമ്മീഷനും മധ്യപ്രദേശ് ഹൈക്കോടതിയും ഇടപെട്ടു. ഇതാണ് വാർത്ത. സർ, ഇത് ആദ്യം തന്നെ ആ പറഞ്ഞ മണിക്കൂറിൽ തന്നെ രാജ്യം എഴുതി മേടിക്കേണ്ട 100%. മാത്രമല്ല അത് കോടതി ഇടപെടാൻ സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ പാടില്ല. BJP പ്രത്യേകിച്ച് തിരംഗയാത്രയൊക്കെ നടത്തുന്ന സമയത്ത് സോഫിയ ഖുറേഷിയെ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതയെ, അതും നമ്മൾ അടുത്ത കാലത്ത് കണ്ടൊരു വനിതയെ, അതും ഒരുപാട് ഭൂതകാലമുള്ള ഒരു വനിതയെ, ഒരു സംഘർഷം നടക്കുന്ന ഒരു സമയത്തും വനിതകളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് വലിയ ചർച്ചകൾ നടന്ന ഒരു സമയം 100%. അപ്പൊ അതിൽ ഒരുപാട് ഗവൺമെന്റിന് മൈലേജ് കിട്ടി. ആ സാഹചര്യത്തിൽ പോലും സോഫിയ ഖുറേഷിയെ അപമാനിക്കാൻ, അതും മതം പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അപ്പം നടപടി ശക്തമായിട്ട് എടുക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ദേശാഭിമാനിയുടെ അതേ വാർത്ത തന്നെയാണ് ലീഡ്. അതിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് അപമാനിക്കപ്പെട്ട രാജ്യം എന്നാണ്. അതെ. പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. മന്ത്രിയെ പുറത്താക്കണമെന്ന് CPIM, പ്രധാനമന്ത്രിക്കും മൗനം. യെസ്. മലയാള മനോരമയിൽ ഈ ജീവിക്കാൻ വയ്യേ എന്ന ഒരു വലിയ തലക്കെട്ട് കൊടുക്കുമ്പോൾ അതിൽ ഒട്ടേറെ മറ്റു വാർത്തകൾ ഒരുമിച്ച് ക്ലബ് ചെയ്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ തന്നെ ഇന്നലെ സംപ്രേഷണം ചെയ്ത വാർത്ത, റിപ്പോർട്ടറാണ് ആദ്യം ആ വാർത്ത പുറത്തുവിടുന്നത്. ഭക്ഷണ ഭയം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കടവന്തറയിൽ ഇന്നലെ റെയിൽവേയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഭക്ഷണത്തിലെ കുഴപ്പങ്ങൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. പഴകിയ ഭക്ഷണം പിടിച്ച വാർത്ത റിപ്പോർട്ടർ TVയാണ് പുറത്തുവിട്ടത്. ചിക്കനും ഒക്കെയാണ്. പറയുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ. നമ്മൾ 800-1000 രൂപയും കൊടുത്ത് വന്ദേ ഭാരത് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഭക്ഷണമൊക്കെ നോക്കിയത്. അതെ, പലപ്പോഴും ഒക്കെ വന്ദേ ഭാരതിലെ ആദ്യ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ സെൽഫിയൊക്കെ എടുത്തിട്ട് ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോ നമ്മൾ അവസാനം ആശുപത്രിയിൽ പോയി ഇങ്ങനെ കാണിക്കേണ്ട ബ്ലോഗർമാരൊക്കെ അതിന് ക്യൂ നിൽക്കുന്നതാണ് അറിയുന്നത്. അതെ, എന്തായാലും വന്ദേ ഭാരതിൽ കയറി ഭക്ഷണം കഴിച്ചതിന്റെ റിവ്യൂ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാ ഭക്ഷണവും മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ എറണാകുളത്ത് നിന്ന് പിടിച്ച ഭക്ഷണം മോശമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. 1 ലക്ഷം രൂപ ഇപ്പോൾ അതിന് ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ നായമയം ജീവിക്കാൻ വയ്യേ എന്ന തലക്കെട്ടിലാണ് കേട്ടോ. അപ്പോൾ ഒരിടത്ത് ഭക്ഷണത്തിന്റെ പ്രശ്നം, ഒരിടത്ത് ലഹരിയുടെ പ്രശ്നം, മറ്റൊരിടത്ത് നായയുടെ പ്രശ്നം. നായയുടെ പ്രശ്നം എന്താ? പാലക്കാട് വീട്ടുമുറ്റത്ത് കളിക്കായിരുന്ന 8 വയസ്സുകാരനും ആലപ്പുഴ തണ്ണീർമുഖത്ത് 8 പേർക്കും തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്തയാണ്. തെരുവുനായയെ കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് G. സുധാകരൻ പറഞ്ഞ ഒരു വാർത്ത കൂടി പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് മുൻ മന്ത്രി G. സുധാകരൻ. ഈ സംഭവത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 26 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തെപ്പറ്റി സുധാകരൻ വെളിപ്പെടുത്തി. സുധാകരന്റെ വാക്കുകൾ: CPMന്റെ സർവീസ് സംഘടനയായ KSTയുടെ നേതാവായിരുന്നു KV ദാസ്. അങ്ങനെ ആ കഥ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ G. സുധാകരൻ ഇതൊക്കെ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ചിലപ്പോ പ്രായം കൂടുമ്പോൾ നമുക്ക് സത്യസന്ധരാവാൻ തോന്നും. ചില മനുഷ്യർ അങ്ങനെയുണ്ട്. ശരിയാണത്. തിരിച്ചനുഭവമുണ്ട്. പ്രായം കൂടുതലും മനുഷ്യർ. ഈ ദേശാഭിമാനിയിലെ ഒരു കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത ഒന്ന് പറഞ്ഞു പോവാം. 2 ആഴ്ച പാഠപുസ്തകങ്ങൾക്ക് അവധി എന്ന് പറയുന്നുണ്ട്. അതിന് തലക്കെട്ട് പാഠം 1 ബോധവൽക്കരണം. അതായത് സംഭവം എന്താന്ന് വെച്ചാൽ, സ്കൂൾ തുറന്ന ആദ്യത്തെ 2 ആഴ്ച, അതായത് ജൂലൈ 18 മുതൽ ഒരാഴ്ചയും ബോധവൽക്കരണ ക്ലാസ് ആയിരിക്കും. പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കില്ല എന്നാ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക്
ഒരു 2 ആഴ്ച ഒന്ന് റിലാക്സ് ചെയ്യാം, പക്ഷേ ബോധവൽക്കരണ ക്ലാസ് കേൾക്കണം. അത്രേ ഉള്ളൂ. അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് അല്ലേ ബോധവൽക്കരണം. പക്ഷേ എന്നാലും നല്ല കാര്യമാണ്. ഒരു കാര്യം നമുക്ക് പറയാം, ഇത്തവണ മന്ത്രി വി ശിവൻകുട്ടി കൊണ്ടുവന്ന ഒട്ടേറെ പരിഷ്കാരങ്ങളുണ്ട്. അത് വിദ്യാർത്ഥികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട പരിഷ്കാരങ്ങളാണ് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അത് വേണം താനും. ഇപ്പൊ കാലത്തിനനുസരിച്ചിട്ട് ഇപ്പൊ സൂമയൊക്കെ കുറെ ട്രോളന്മാർ അത് ട്രോളുന്ന കണ്ടു. പക്ഷെ കാലാനുസൃതമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വേണം എന്നുള്ളതാണ്. നമ്മളല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്നുള്ളതാണ്. അപ്പോ മറ്റൊരു വാർത്തയുള്ളത്, തിരുവനന്തപുരത്ത് ജൂനിയർ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച് മുങ്ങിയ ഒരു അഭിഭാഷകനുണ്ട്, ബെയിലിൻ ദാസ്. ആ ബെയിലിൻ ദാസ് ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. അത് വലിയ പ്രാധാന്യത്തോടു കൂടി എല്ലാ പത്രങ്ങളും ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ടാവാനാണ് സാധ്യത. ദേശവനിത ജൂനിയറായ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം, മുങ്ങിയ അഭിഭാഷകനെ കണ്ടെത്താനാകാതെ പോലീസ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി, പ്രാക്ടീസിൽ നിന്ന് വിലക്കി ബാർ കൗൺസിൽ. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർത്തു. എന്നാൽ സംഭവത്തിനു ശേഷം മുങ്ങിയ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അഭിഭാഷകനെതിരെ സ്വമേധയാ കേസെടുത്ത ബാർ കൗൺസിൽ വിശദീകരണം തേടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അച്ചടക്കം നടപടി അന്തിമ തീരുമാനം വരെ കോടതിയിലും ട്രിബ്യൂണലിലും പ്രാക്ടീസ് വിലക്കുന്നതാണ് എന്ന് ഉത്തരവ്. മോശമാണ് കാണിച്ചത്, ഒരു സംശയമില്ല. ചോരപ്പാടുകൾ ഇങ്ങനെ തങ്ങി നിൽക്കുക യുവതിയുടെ മുഖത്ത്. മാത്രമല്ല സാർ, അതൊക്കെ രക്ഷപ്പെടാൻ സമയവും കൊടുത്തിട്ടുണ്ട്. ചില ആളുകളുടെ വിചാരമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ വക്കീലാണെങ്കിലും ശരി, മറ്റ് ചില തൊഴിലൊക്കെ ഉണ്ട്, ഈ ജൂനിയർ ആയിരിക്കുന്ന ആളുകൾ അടിമകളാണ് എന്നൊരു ധാരണയുണ്ട്. ഇത്തരം മേഖലകൾ ഒരുപാടുണ്ട്. അതിലൊന്നാണ് ഈ മേഖല. എല്ലാ വക്കീലന്മാരും അല്ല, നല്ല മാന്യമായിട്ട് ജൂനിയേഴ്സിനെ കണക്കാക്കുന്ന വക്കീലന്മാരും നമ്മുടെ കൂടെ. ഈ PSC കാലയളവ് കൂടി പരിഗണിച്ച് സർവീസ് പെൻഷൻ PSC അംഗമായവർക്ക് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതായത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം PSC അംഗങ്ങളാകുന്നവർക്ക് PSCയിലെ സേവന കാലയളവ് കൂടി പെൻഷൻ തുക നിശ്ചയിക്കാൻ പരിഗണിക്കാമെന്ന് സർക്കാർ തീരുമാനം. ഇങ്ങനെ PSC അംഗങ്ങളാകുന്നവരുടെ പെൻഷൻ തുക കുതിച്ചുയരാൻ കാരണമാകും എന്നുള്ളതാണ്, വലിയൊരു മാറ്റമാകും എന്നുള്ളതാണ്. അതൊക്കെ വേണമോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. പെൻഷൻ ഇല്ലാതെ ജീവിക്കുന്ന 98% മനുഷ്യർ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. മാതൃഭൂമിയിൽ മറ്റെന്തെങ്കിലും പ്രധാന വാർത്തയുണ്ടോ? മറ്റൊന്ന്, ബലൂചിസ്ഥാൻ്റെ ഒരു വാർത്തയുണ്ട്. അത് ഇന്നലെ എല്ലാവരും കൊടുത്തതാണ്. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബലൂച്ച് നേതാവ്, പാകിസ്ഥാനിൽ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബലൂച്ച് പ്രതിനിധി മിർ യാർ ബലൂച്ച് പതിറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലുകളും അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് മിർ യാർ ബുധനാഴ്ച സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. അതായത് അവര് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു, റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്ഥാപിതമായി എന്ന്. മറ്റേതെങ്കിലും വാർത്തകൾ വനിതകളുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു വാർത്ത ലീഗൽ ഇത് നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ ഇന്നലെ ജനീഷ് കുമാറിന്റെ കാർട്ടൂൺ നോക്കൂ. യെസ്, കത്തിക്കും ഇവിടെ നക്സലുകൾ വരും. വനംവകുപ്പ് ഓഫീസിലെത്തി ജനീഷ് കുമാർ MLA കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിച്ചു. അതിന്റെ താഴെ എങ്ങനെയാണ്, MLA പഴയ ML ആക്കല്ലേ. വിശദീകരിച്ചു. കുഞ്ചിക്കുറിപ്പിൽ പക്ഷേ നമ്മുടെ G സുധാകരന്റേതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ തിരുത്തിയിട്ടുണ്ടെന്ന് G സുധാകരൻ. നല്ല സഖാക്കൾ ചിലപ്പോൾ സത്യവും പറയും എന്നുള്ളതാണ്. പ്രായം കൂടുന്തോറും സത്യത്തിന് വീര്യം കൂടും എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി ആദ്യ പേജുകളിൽ നിൽക്കുന്നത്. പ്രധാനമായും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചുറ്റുപാടും ലഹരിയുടെ ഒരു വലിയ കയം തന്നെ തീർത്തിരിക്കുകയാണ്. അതിൽ ചോക്ലേറ്റ് രൂപത്തിൽ വരാം, കേക്കിന്റെ രൂപത്തിൽ വരാം, ഐസ്ക്രീമിന്റെ രൂപത്തിൽ വരാം. പ്രേക്ഷകർ കരുതിയിരിക്കുക. അത് മാത്രമല്ല നാട്ടിൽ നായയുണ്ട്, സൂക്ഷിക്കണം. പുറത്തിറങ്ങുമ്പോൾ, രാവിലെ നടക്കാനൊക്കെ പോകുമ്പോൾ നല്ല വെളിച്ചം വീണിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങുക, കയ്യിലൊരു വടിയായിട്ട് വരിക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇവൻ കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അത് കൊച്ചുകുട്ടികളെ ഞരമ്പിലൊക്കെ കടിയേറ്റാൽ വാക്സിൻ പോലും ഫലിക്കില്ല എന്നാണ് നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി നിൽക്കുന്നത്. ഹിന്ദുവിലെ ആദ്യ വാർത്ത കൂടി നമുക്കൊന്ന് കൊടുക്കാം. BSF കോൺസ്റ്റബിൾ ഡീറ്റെയിൻഡ് ബൈ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് റിലീസ്ഡ്. നമ്മുടെ പൂർണ്ണം കുമാർ ഷാ 20 ദിവസത്തിനു ശേഷം നമ്മുടെ അതിർത്തിയിലേക്ക് മടങ്ങിയെത്തിയ വാർത്ത ദ ഹിന്ദു ആദ്യ പേജിൽ കൊടുക്കുന്നു. പൂർണ്ണം കുമാർ ഷാ വാസ് ഹെൽഡ് എ ഡേ ആഫ്റ്റർ പഹൽഗാം അറ്റാക്ക് വെൻ ഹി ഇൻഅഡ്വന്റ്ലി ക്രോസ്ഡ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മനഃപൂർവ്വമല്ലാതെ നല്ല ചൂട് സമയത്ത് അദ്ദേഹം ഈ കിസാൻ ഗാർഡിൽപ്പെട്ട ആളാണ്. അതിർത്തിയിലുള്ള കർഷകരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന കിസാൻ ഗാർഡ് BSFന്റെ ഒരു വിഭാഗമാണ്. അവിടെ നല്ല വെയിലായിരുന്നു. ഒന്ന് അപ്പുറത്തെ മരത്തിന്റെ തണലിലോട്ട് പോയിരുന്നതാണ്. പക്ഷേ മരത്തിന്റെ തണല് പാകിസ്ഥാനിലായി പോയി. ഞാൻ ആലോചിക്കും ഈ അതിർത്തികളുടെ ഒരു സങ്കീർണതയല്ലേ. നമുക്ക് വളരെ സിമ്പിളായി അതെ, ഒന്നും അപ്പുറത്തെ മരത്തിന്റെ ചോട്ടിലോട്ട് പോയിരുന്നുള്ളൂ. അതോടുകൂടി ടെൻഷനായി. പക്ഷേ 20 ദിവസം അതിനുള്ളിലാണ് കഴിഞ്ഞിരുന്നത്. പാകിസ്ഥാൻ റേഞ്ചേഴ്സിനോടൊപ്പമാണ്. എന്തായാലും തിരിച്ചയച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അത് സന്തോഷമുള്ളൊരു കാര്യം. പൂർണ്ണം കുമാർ ഷായുടെ കുടുംബമൊക്കെ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. ഭാര്യ ഗർഭിണിയുമാണ്. അവര് പറഞ്ഞത് ഈ സംഘർഷം ഉണ്ടാവുന്ന സമയത്ത് അത് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ ആശങ്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അവർ.
അവർ. Correct. ഇത് അദ്ദേഹത്തെ വിട്ട് കിട്ടിയതിന് ശേഷം മതിയായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. അതെ അതെ. ദ ഹിന്ദുവില് മനോഹരമായ ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. ബാസ്ക്കറ്റ് ഓഫ് ബെറീസ് എന്ന അടിക്കുറിപ്പോട് കൂടിയാണ്. Yield a plenty. A farmer carries a basket of strawberries from a field on the outskirts of Srinagar in Ministry. ശ്രീനഗറിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് ശേഖരിച്ച സ്ട്രോബെറി പഴങ്ങളുമായിട്ട് പോകുന്ന ആ സ്ട്രോബെറി പഴങ്ങൾ ഇങ്ങനെ തലവെച്ചാണ് പോകുന്നത്. നല്ല ഭംഗിയാണ്. അപ്പൊ ശ്രീനഗറിന്റെ മറ്റൊരു മനോഹരമായ ചിത്രം കൂടി ദ ഹിന്ദു പത്രം പങ്കുവയ്ക്കുന്നുണ്ട്. ജീവിതം സാധാരണ നിലയിലേക്ക് മാറുകയാണ്. നല്ല സ്ട്രോബെറി പഴങ്ങളും ആപ്പിൾ പഴങ്ങളും ഒക്കെ അവിടെ തോട്ടത്തിൽ. നമ്മളെ ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഒന്ന് പഹൽഗാമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച ഒരുപാട് പേരുണ്ട്. പിന്നെ അതൊരു ഈ ഒരു സംഘർഷ സാഹചര്യം കൊണ്ട് നടക്കാതെ, പക്ഷെ ഇനിയിപ്പോ അല്ലെ ധൈര്യമായിട്ട് പോവാം എന്നുള്ളതാണ്. അപ്പം എല്ലാവരും നിലപാടിന്റെ ഭാഗം കൂടിയാണ് വിചാരികളെ സംബന്ധിച്ച്. നമ്മൾ അവിടെ പോയി അവിടെയുള്ള മനുഷ്യരെ സഹായിക്കണം, അത് വേണം, ഉറപ്പാണ്. അപ്പം താങ്ക് യു റോഷി, താങ്ക് യു വെങ്കിടി.